ആകാശം. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഷോർട്ട് വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഒരു ലോങ് വീഡിയോ എങ്ങാണ്ടാണ് ഇട്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെമ്മീൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചെമ്മീൻ കറി വെക്കണത് എങ്ങനെയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് കാണിച്ചു തരാം. നമുക്ക് എല്ലാവർക്കും ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ മാത്രമേ ഒരിത്തിരി ബുദ്ധിമുട്ടുള്ളൂ, അത് കറി വെക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ കറി വെക്കണമെന്ന് നോക്കിയിട്ട് വരാം. എല്ലാവരും ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക ചെയ്യരുത് കേട്ടോ. കമൻറ്റ് ഇടാനും ലൈക്ക് ഇടാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കറി എങ്ങനെ വെക്കുന്നത് കണ്ടിട്ട് വരാം. കറി വയ്ക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. 2 ചെറിയ സബോള അരിഞ്ഞ് വെച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, തക്കാളി, തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു തേങ്ങയുടെ പാൽ, 2 കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്ക് ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, വേറെ എണ്ണകളൊന്നും യൂസ് ചെയ്യരുത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് കടുക് ആഡ് ചെയ്യാം കേട്ടോ. നല്ലോണം വെളിച്ചെണ്ണ ചൂടാവട്ടെ, അല്ലെങ്കിൽ കടുക് പൊട്ടിയില്ലെങ്കിൽ നമ്മളെ കറി ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നമ്മൾ എല്ലാ സാധനങ്ങളും ആദ്യം അടുത്ത് വെച്ചാൽ തന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഓരോ സാധനം തിരഞ്ഞുകൊണ്ട് പോകുമ്പോഴേക്കും ചിലപ്പോൾ അടുപ്പത്തെ എണ്ണ ചൂടായി കരിഞ്ഞു പോവും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാ സാധനവും അടുപ്പത്ത് വയ്ക്കുക. ഇപ്പോൾ കടുക് ഇടുക, കടുക് പൊട്ടിപ്പോൾ കുറച്ച് കടുക് മതിയിട്ട്, നമുക്ക് ആകെ കുറച്ച് ചെമ്മീനേ ഉള്ളൂ, ഒരു 1/4 കിലോളം ഉള്ളൂ, അപ്പോൾ അതിലേക്കുള്ളത് മതി. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ഇടാം. അപ്പോൾ എണ്ണ ചൂടായി കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില ഒക്കെ ആഡ് ചെയ്യാം. തക്കാളി നമുക്ക് ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം മാത്രം തക്കാളി ഇടാം കേട്ടോ. സബോള, ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഇതൊക്കെ ഒന്ന് മൂത്ത് ഒരു ബ്രൗണിഷ് കളറായി വരുമ്പോൾ നമ്മൾ തക്കാളി കൊണ്ടിടും. ഇനി ഇവിടെ 2-3 തരം മസാല വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ ഇവിടെ നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ട്, കറക്റ്റ് വേണ്ട തേങ്ങാപ്പാൽ. പിന്നെ നമുക്ക് ചെമ്മീനാണ് മെയിൻ, ചെമ്മീൻ ഇല്ലെങ്കിൽ ചെമ്മീൻ കറി നടക്കില്ല. അപ്പോൾ സവോള, ഇഞ്ചി, പച്ചമുളക് അതെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇടാം കേട്ടോ. തക്കാളിയുടെ എന്താ പറയുക, നന്നായി വഴന്ന് വന്നു കഴിഞ്ഞാൽ ഒപ്പം നമുക്ക് മസാല ഇടാം കേട്ടോ. എന്നിട്ട് നന്നായി അതിൻ്റെ പച്ചമണം മാറണം. തീ കുറച്ച് വെക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഈ വക മസാലകൾ ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് തീ നന്നായി കുറച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ അടുത്ത് നിന്ന് ചുവയ്ക്കും ഒക്കെ ചെയ്യും. എല്ലാ പ്രാവശ്യം നമ്മുടെ വീഡിയോഗ്രാഫർ ഒപ്പം ഉണ്ട് കേട്ടോ. ആളാണ് ഈ കറി വെക്കണതിൻ്റെ ചിക്കൻ, മീൻ വക സാധനങ്ങൾ വെക്കുമ്പോൾ ആളെപ്പോഴും അടുക്കളയിലുണ്ടാവും. ബാക്കി പച്ചക്കറി ഐറ്റംസ് വെച്ച് കഴിഞ്ഞാൽ തീരെ ആ ഭാഗത്തേക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുവിധം തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയൊക്കെ ആഡ് ചെയ്യാം. മസാലയൊക്കെ നന്നായി മൂത്ത് പച്ചമണമൊക്കെ മാറിയ ശേഷം നമുക്ക് കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് അതിലേക്ക് ഇടാം. ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് നമ്മൾ സബോള വഴറ്റുമ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനത് പറയാൻ മറന്നുപോയി. അപ്പോൾ നന്നായി മസാലയൊക്കെ സെറ്റായി. അപ്പോൾ നല്ലോണം ഉപ്പ് പുളിപ്പൊക്കെ പാകമാണെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് പുളിപ്പ് എല്ലാം കറക്റ്റായ ശേഷം നന്നായി അടച്ച് വയ്ക്കുക. ഇനി ആ ഗ്രേവി തിക്കായിട്ട് വന്നതിന് ശേഷമാണ് മീനിടേണ്ടത്. മീനിട്ട് കഴിഞ്ഞിട്ട് വേണം തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ അതിന് ഉപ്പൊക്കെ ഇട്ടു, എല്ലാം സെറ്റായി. അതൊക്കെ പുളിപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമ്മളതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ച് വയ്ക്കുക. അതിന് ശേഷം തുറന്നിട്ട് നമുക്ക് മീനിടാം. ഇനി മീനിൽ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും കേട്ടോ. മീനിട്ട് നന്നായി ഇളക്കി വെച്ചതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോഴേക്കും മീനിൽ അതെല്ലാം എരിവ് കുറവ് വേണ്ടവർക്ക് കുറവ് യൂസ് ചെയ്യാം കേട്ടോ, കാരണം ഓൾറെഡി പച്ചമുളകുണ്ട്. അപ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അത് ചെയ്യാൻ, കാരണം മൺചട്ടിയാണ്. ഒരുപാട് കൂടുതലായി വെച്ചാൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് ചെമ്മീനൊക്കെ ഇട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചെമ്മീൻ ഒരുവിധം നല്ലോണം വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുകയാണ്. ഇപ്പം നമ്മളിൽ ഗ്രേവിയിൽ ഉപ്പ് പുളിപ്പ് എല്ലാം കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അതാണ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ആ ചെമ്മീൻ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ, കാരണം ഓൾറെഡി ചെമ്മീനിൽ വെള്ളം ഉണ്ട്. അതിൽ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഗ്രേവിയൊക്കെ നല്ല തിക്ക്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് സെറ്റായി ഒക്കെ നന്നായി ഇളക്കി വയ്ക്കുക. ഇനി നമുക്കൊരു 5-6 മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് വയ്ക്കുക. അപ്പോൾ നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വരും.
അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് ഇതാക്കുക. അപ്പോൾ നമുക്ക് അതുകൊണ്ട് എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് ചെറുതീയിൽ തന്നെ വെക്കണം കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് പറയുകയാണേ, ഇവിടുന്ന് ഒന്നും തീ കൂട്ടാൻ പറ്റില്ല. അതിന് ശേഷം നമുക്ക് ഓഫാക്കിയാലും നമുക്ക് ഈ മൺചട്ടി ആകാനും തിളച്ചുകൊണ്ടേ ഇരിക്കും. ഇത്തിരി കറിവേപ്പില മേലെ ഇട്ടിട്ട് നമുക്ക് അതിന് മേലെ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. അത് കുറച്ച് ഒഴിച്ചാൽ മതിയേ, ഒരുപാടൊന്നും ഒഴിക്കരുത്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കുറച്ച് നേരം അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി നമ്മൾ കുറച്ച് നേരമായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അത് നല്ല തുറന്നപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ല തിക്കായിട്ടുള്ള ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല പച്ച വെളിച്ചെണ്ണയുടെ മണവും നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ കറിയാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കറി കറക്റ്റായി പരിവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണാൻ, സബ്സ്ക്രൈബ് ചെയ്യുക.